പശ്ചിമേഷ്യയിൽ ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാന്റെ നട്ടെല്ലൊടിക്കുന്ന തിരക്കിനിടയിലും ട്രംപിന്റെ കണ്ണ് ഇപ്പോൾ അയൽരാജ്യമായ ക്യൂബയുടെ മേലാണ്. ഇതൊരു സമയത്തിന്റെ മാത്രം പ്രശ്നമാണെന്ന് വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അത് മറ്റൊരു അധിനിവേശത്തിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ലോകത്തിന് നൽകുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് വഴി പിടികൂടി മാസങ്ങൾക്കകം തന്നെ ക്യൂബയെയും കൂടെ കൂട്ടാനാണ് ഇപ്പോൾ ട്രംപിന്റെ നീക്കം. പട്ടിണിയും ഇരുട്ടും കൊണ്ട് ക്യൂബയെ ശ്വാസം മുട്ടിക്കുന്ന അമേരിക്കൻ തന്ത്രം വിജയിക്കുമോ? അതോ ഫിദൽ കാസ്ട്രോയുടെ പിന്മുറക്കാർ അമേരിക്കയ്ക്ക് എട്ടിന്റെ പണി കൊടുക്കുമോ? ലോകം ഭീതിയോടെ നോക്കുന്ന ട്രംപിന്റെ ക്യൂബൻ പ്ലാനിനെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്തു പറയുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. മാർച്ച് 5, 2026 അഥവാ വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ഒരു സ്വീകരണ പരിപാടിക്കിടെയാണ് ട്രംപ് തന്റെ മനസ്സിലുള്ള ആ അജ്ഞാത പദ്ധതി വെളിപ്പെടുത്തിയത്. ഇറാൻ യുദ്ധം 6ാം ദിവസവും കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് ട്രംപ് ക്യൂബയെക്കുറിച്ച് ഇത്തരമൊരു അശുഭസൂചകമായ പ്രസ്താവന നടത്തുന്നത്. നമുക്ക് ഇറാൻ വിഷയം ആദ്യം പരിഹരിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ക്യൂബയിലേക്ക് മടങ്ങുന്നത് കാലത്തിന്റെ മാത്രം പ്രശ്നമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനു മുമ്പ് ഫെബ്രുവരി 27-ന് ക്യൂബയെ സൗഹൃദപരമായി ഏറ്റെടുക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. വർഷങ്ങളായി കടുത്ത സാമ്പത്തിക തകർച്ച നേരിടുന്ന ക്യൂബയെ അമേരിക്കയുടെ ഭാഗമാക്കാമെന്ന ഈ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ഒച്ചപ്പാടാണ് ഉണ്ടാക്കുന്നത്. ക്യൂബൻ കുടിയേറ്റക്കാരന്റെ മകനായ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയോട് ക്യൂബ എന്ന സ്ഥലത്ത് നിങ്ങൾ അതിശയകരമായ ജോലിയാണ് ചെയ്യുന്നത് എന്ന് ട്രംപ് രഹസ്യമായി പറഞ്ഞതും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. വെനസ്വേലയിൽ നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും അമേരിക്കൻ സൈന്യം പിടികൂടിയതോടെ ക്യൂബയുടെ പ്രധാന ഇന്ധന സ്രോതസ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. തങ്ങളുടെ ഇന്ധന ആവശ്യത്തിന്റെ 1/3 വെനസ്വേലയെ ആശ്രയിച്ചിരുന്ന ക്യൂബ ഇപ്പോൾ കടുത്ത മാനുഷിക ഊർജ്ജ പ്രതിസന്ധിയിൽ കൂടിയാണ്. ദിവസവും 20 മണിക്കൂർ വരെ നീളുന്ന വൈദ്യുതി തടസ്സമാണ് രാജ്യത്തുടനീളമുള്ളത്. 2026 മാർച്ച് അവസാനത്തോടെ രാജ്യം പൂർണ്ണമായും ഇരുട്ടിലാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. BBC-യുടെ റിപ്പോർട്ടുകൾ പ്രകാരം ക്യൂബയിലെ ആശുപത്രികൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലാണ്. അടിയന്തര കേസുകൾ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത്. സ്കൂളുകൾ പലപ്പോഴും അടച്ചിടേണ്ടി വരുന്നു. ഈ കടുത്ത പ്രതിസന്ധിക്കിടയിലാണ് അമേരിക്ക ക്യൂബയ്ക്കുമേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെക്സിക്കോയെ പോലെയുള്ള രാജ്യങ്ങൾ ക്യൂബയെ സഹായിക്കാൻ എത്തിയാൽ അവർക്കുമേലും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഒരു രാജ്യത്തെ പട്ടിണിക്കിട്ടും ശ്വാസം മുട്ടിച്ചും വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത് ട്രംപിന്റെ പഴയ ബിസിനസ് തന്ത്രം തന്നെയാണെന്നാണ് വിമർശകർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ അടിച്ചമർത്താൻ നോക്കുമ്പോൾ അമേരിക്കയെയും ട്രംപിനെയും കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്നവർ പോലും ഇത്തരം നഗ്നമായ അധിനിവേശങ്ങളെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. സത്യത്തിൽ അമേരിക്ക എന്ത് കണ്ടാണ് ഈ സാഹസത്തിന് മുതിരുന്നത്? ഓരോ രാജ്യത്തെയും ഓരോന്നായി പിടിച്ചെടുത്ത് ലോകത്തിന്റെ അധിപനാകാനാണോ ട്രംപ് ശ്രമിക്കുന്നത്? ഇന്ന് ഇറാൻ, നാളെ ക്യൂബ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ പരമാധികാരം എവിടെയാണ് നിൽക്കുന്നത്? പശ്ചിമേഷ്യയിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്നവർ പോലും ഈ കരീബിയൻ കടന്നുകയറ്റത്തെ സംശയത്തോടെയാണ് നോക്കുന്നത്. സമാധാനം കൊണ്ടുവരാൻ എന്ന പേരിൽ നടത്തുന്ന ഈ സൈനിക നീക്കങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യങ്ങളെ അടിമകളാക്കാൻ വേണ്ടിയുള്ളതാണോ എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പുകയുകയാണ്. അമേരിക്കൻ പിന്തുണയുള്ള ജനാധിപത്യമെന്ന് പറയുമ്പോഴും അത് കേവലം ഒരു അധിനിവേശമായി തന്നെ മാറുന്നു എന്നതാണ് സത്യം. പക്ഷെ ക്യൂബ അത്ര വേഗം വഴങ്ങിക്കൊടുക്കുമെന്ന് ട്രംപ് കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. ചെഗ്വേരയുടെയും ഫിദൽ കാസ്ട്രോയുടെയും പോരാട്ട വീര്യം ക്യൂബൻ ജനതയുടെ രക്തത്തിലുണ്ട്. പട്ടിണി കിടന്നാലും അമേരിക്കൻ സാമ്രാജ്യത്തിനു മുന്നിൽ തലകുനിക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ക്യൂബൻ പോരാളികൾ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അമേരിക്കയുടെ ഏത് അധിനിവേശ നീക്കത്തെയും ചെറുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ക്യൂബൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള ചങ്കൂറ്റം ക്യൂബൻ സൈന്യത്തിനുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ നൽകുന്ന പ്രതിരോധം പോലെ ക്യൂബയിലും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി തന്നെ നേരിടേണ്ടതായിട്ട് വരും. ട്രംപിന്റെ ക്യൂബൻ ഡ്രീം അഥവാ ക്യൂബയെ വിഴുങ്ങാനുള്ള പദ്ധതി പശ്ചിമേഷ്യൻ യുദ്ധത്തേക്കാൾ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ലോകത്തുണ്ടാക്കിയേക്കാം. പട്ടിണിയിലായ ഒരു ജനതയെ സഹായിക്കുന്നതിന് പകരം അവരെ അടിമകളാക്കാൻ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കൂടി ലംഘനമാണ്. അമേരിക്കയുടെ ഈ അധികാരമോഹം ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇറാൻ യുദ്ധം കഴിഞ്ഞാൽ ക്യൂബ എന്ന് പ്രഖ്യാപിക്കുന്ന ട്രംപിന് മുന്നിൽ ക്യൂബ ഏത് രീതിയിലുള്ള മറുപടിയാകും നൽകുക? ആകാശത്ത് മിസൈലുകൾ ഗർജിക്കുമ്പോൾ കടലിന്റെ ഇക്കരെയുള്ള ക്യൂബൻ മണ്ണിലും യുദ്ധത്തിന്റെ കനലുകൾ എരിഞ്ഞു തുടങ്ങുകയാണ്. റിപ്പീറ്റ്, അമേരിക്കയുടെ ഈ ആധിപത്യമോഹം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കാത്തിരുന്നു കാണാം.